ബൊറോഡിനോ എന്ന സ്ഥലത്ത് നടന്ന യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഫ്രഞ്ച് സൈന്യം റഷ്യയെ പരാജയപ്പെടുത്തി. ഇരുവിഭാഗത്തിലും വൻ നാശനഷ്ടവും ആളപായവും ഉണ്ടായി. രക്തത്തിൽ പുരണ്ടുകിടക്കുന്ന യോദ്ധാക്കളെ അവിടെയും നമുക്ക് കാണാം. ആ വിജയത്തിന് ശേഷം നെപ്പോളിയൻ ആ യുദ്ധക്കളത്തിലൂടെ നടന്ന് നീങ്ങുകയാണ്. മരണപ്പെട്ടുപോയ പടയാളികളുടെ ശരീരങ്ങൾ ചിന്നിച്ചിതറി വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്നു. ചിലതിൽ കൈകളില്ല, ചിലതിൽ കാലുകളില്ല, ചിലതിൽ തലകളില്ല. രക്തത്തിൻ്റെ രൂക്ഷഗന്ധം ആ യുദ്ധക്കളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു പട്ടാളക്കാരൻ്റെ ഞരങ്ങിക്കൊണ്ടുള്ള കരച്ചിൽ ആ ശവശരീരങ്ങൾക്കിടയിലൂടെ അദ്ദേഹം കേട്ടു. ഉടൻ തന്നെ ഒരു സ്ട്രെച്ചർ കൊണ്ടുവരുവാനും ആ ചക്രവർത്തി ആജ്ഞാപിച്ചു. ഉടനടി അദ്ദേഹത്തിൻ്റെ സഹായി പറഞ്ഞു, പ്രഭോ, അതൊരു റഷ്യൻ സ്വദേശിയാണ്, നമ്മുടെ ശത്രുവാണ്. നെപ്പോളിയൻ ചക്രവർത്തി ഉടനടി മറുപടി ഇങ്ങനെ പറഞ്ഞു, വിജയത്തിന് ശേഷം നമ്മുടെ മുൻപിൽ ശത്രുക്കളില്ല, എല്ലാവരും വെറും മനുഷ്യർ മാത്രം. ഈ വേദിയിൽ അദ്ദേഹത്തെ ശത്രുവായിട്ടല്ല നമുക്ക് കാണേണ്ടത്. അടിയന്തരമായി നമുക്ക് അദ്ദേഹത്തെ തൻ്റെ ജീവൻ ലഭിക്കത്തക്ക നിലയിൽ ചികിത്സ കൊടുത്ത് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. വളരെ ഉദാത്തമായ ഒരു ചിന്തയാണ് അദ്ദേഹത്തിൽ നിന്നുമുണ്ടായത്. യുദ്ധഭൂമി എന്ന് പറയുന്നത് ഒരു മത്സരവേദിയാണ്. അവിടെ പൊരുതുന്നത് ശത്രുവിനോടാണ്, അത് ജയിക്കുവാൻ വേണ്ടി മാത്രം. ജീവന് വേണ്ടി നിലവിളിക്കുന്നത് ഒരു ശത്രുവാണെങ്കിലും യുദ്ധം കഴിഞ്ഞാൽ അയാൾ സാധാരണ ഒരു മനുഷ്യൻ. അയാളെ രക്ഷിക്കണമെങ്കിൽ അയാളോട് നാം ക്ഷമിക്കണം, ഇല്ലെങ്കിൽ അവശേഷിക്കുന്നത് പ്രതികാരമായിരിക്കും. നമ്മുടെ സമൂഹത്തിലും യുദ്ധങ്ങളും മത്സരങ്ങളും അനവധി കഴിഞ്ഞുപോയി. മത്സരവേദിയിൽ ജയിച്ചവർ എതിരാളികളെ ശത്രുവായിട്ടല്ല പിന്നീട് കാണേണ്ടത്. അവർ എതിരാളിയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് എതിരാളിയും ശത്രുവുമല്ല. നമ്മൾ ക്ഷമിക്കുമ്പോൾ ഒരു പുതിയ തുടക്കത്തിൻ്റെ വഴിത്തിരിവാകും. ദേഷ്യവും വെറുപ്പും പ്രതികാരവും തെറ്റുകളും മറന്നു കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കൂ. പകയുടെയും വൈരാഗ്യത്തിൻ്റെയും ആകത്തുക വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ശത്രുവായി ഇനി നാം കാണരുത്. സങ്കീർത്തനക്കാരനായ ദാവീദ് 55-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ശത്രുവിൻ്റെ ആരവം നിമിത്തവും ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. ഒരു കാര്യം നാം ഓർക്കണം, ശത്രു ഒരു വശത്ത് നിന്ന് ആരവം വിളിച്ചിരിക്കാം, ദുഷ്ടന്മാർ മറുവശത്ത് നിന്ന് നമുക്ക് പീഡനങ്ങൾ അഴിച്ചുവിട്ടു എന്നും വരാം. സങ്കടം കൊണ്ട് നാം പൊറുതിമുട്ടി ഞരങ്ങി എന്നും വരാം. നമുക്ക് ആ ശത്രുക്കളോട് ക്ഷമിക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. ആ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ മനോഭാവം നമ്മളിലുണ്ടാകട്ടെ. വിജയത്തിന് ശേഷം ശത്രുക്കളില്ല, മാത്രമല്ല മുൻപിൽ എതിരാളികളുമില്ല. ഈ സ്വഭാവത്തോടെ നമുക്ക് മുന്നോട്ട് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.